ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നല്ല രീതിയിൽ പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോർമുല ബേസ്ഡ് ആയിട്ടല്ലാതെ കൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്ത് ദാറ്റ് ടു ഫ്രം ദി ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് അങ്ങനെ ചെയ്ത് കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മോർണിംഗ് ഷിഫ്റ്റ് ഫസ്റ്റ് ഡേയിലെ മോർണിംഗ് ഷിഫ്റ്റ് മാത്സ് വലിയ കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. പക്ഷേ ആഫ്റ്റർനൂൺ സെഷൻ വന്നപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ലെങ്തി ആയിരുന്നു. കെമിസ്ട്രി പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ചോദ്യങ്ങളുടെ ഏകദേശം അതേ പാറ്റേണിൽ തന്നെയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവല് ഏകദേശം ഒരേപോലെ തന്നെ ഇന്നലത്തെ അതേപോലെ തന്നെ വന്നിട്ടുണ്ടെന്ന് പറയാം. 22-ാം തീയതിത്തെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ അതിൽ കണ്ടിടത്തോളം മാത്സ് വളരെ സിമ്പിളായിരുന്നു. സീക്വൻസ് സീരീസിന് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ NCERT-ൽ അതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 21st morning shift and evening shift, there is not much difference in the trend of questions. We can say an easy trend is still going on. കഴിഞ്ഞ 2 ഷിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തിരി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുവിധം നന്നായിട്ട് പഠിച്ചിരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. Just as earlier or yesterday, questions are of rather easier or moderated.